എന്നാലും ആരായിരിക്കും? ഇറങ്ങുമ്പോ ചോദിക്കല. ഇറങ്ങലില്ലല്ല. തീരണ്ടി പരിപാടി തീരുണ്ടോ? ശരിയാ, കഴിയട്ടെ, വെയിറ്റ് ചെയ്യാലേ. താങ്ക്സ്. വേണ്ട, അല്ല പരിചയപ്പെട്ടില്ല. നിങ്ങള് ക്ലീൻ ചെയ്യായിരിക്കൂല്ലേ? ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഓണം സദ്യ ഉണ്ടാക്കിയിരുന്നു ഞാൻ കുക്ക്. എന്താ പെട്ടിയൊക്കെ? ഇത് എന്റെ പെട്ടി. അതെന്തിനാ എൻ്റെ ഉള്ളിൽ ഇട്ടിരുന്നു? സെൽഫി എടുക്കാൻ പോണ. ശരിയാണല്ലോ വീട്ട് നമ്പർ. എന്ത്? ഇത് എത്ര സമയം എടുക്കും ഈ പണിയൊക്കെ കഴിയാനായിട്ട്? അതെ, ഞങ്ങൾ രണ്ടുപേർക്കുള്ള സദ്യ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് നിങ്ങൾ പറയണമെന്ന് മനസ്സിലാവണില്ല. എന്നാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാനിവിടെ താമസിക്കാൻ വന്നേ. അടിപൊളി. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? അത് കൊള്ളാല്. നീഷ് നമ്മളോട് ചോദിക്കാണ്ട് നമ്മുടെ കൂടെ വേറൊരു പെണ്ണിനെ പറപ്പിക്കാനുള്ള പരിപാടിയാണ്. അത് നടക്കൂല, സമ്മതിക്കൂല. എന്ത്? മോളെ, ഞാൻ ലിനീഷ്. ഞാനാണ് ഈ കുട്ടിക്ക് വീട് വാടക കൊടുക്കും. അതങ്ങനെയാണ് ഞങ്ങൾ അറിയാണ്ട് വാടക കൊടുക്കണത്. എന്റെ വീട് ഞാൻ ഇഷ്ടമുള്ള ആൾക്ക് വാടക കൊടുക്കും. അതൊരുമാതിരി പരിപാടിയായി പോയി. നീ ആദ്യേ 3 മാസത്തെ വാടക താങ്ങ, എന്നിട്ട് വാ. ഇന്നലെ ഉത്താടായതുകൊണ്ടാണ് ഞാൻ ഇറക്കി വിടാഞ്ഞത്. ഇന്ന് തിരുവോണം, നല്ല ദിവസം. ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. മോളെ, ഇവർക്ക് ഒരു കാര്യം അറിയാമോ? അപ്പുറത്തെ പീജിലെ പിള്ളേർക്ക് കുളിക്കാൻ പറ്റണില്ലെന്ന്. ഇവന്മാരെ വനലൊക്കെ വെച്ചിട്ട് നല്ല നോട്ടാണ്. എവിടെയാണ് നിന്റെ ഒക്കെ ഒരട്ടക്കൊഴലി? ചേട്ടാ, ബൈനോക്കുലർ ചേട്ടന് തരാത്തുള്ള ദേഷ്യം ഇങ്ങനെ തീർക്കലേട്ടാ. ഞാൻ നിക്കണോ പോണോ? വിട്ടോ 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 വിട്ടോ. ചേട്ടി നോണോട്ട് ഞങ്ങൾ എവിടെ പോകാനാണ്? നിനക്കൊക്കെ എന്താ ഫോൺ എടുത്തു കഴിഞ്ഞാല് അപ്പൊ പിള്ളേര് കളിക്കണം. ചേട്ടാ, ഇന്നൊരു ദിവസം പ്ലീസ്. പേടിപ്പിക്കണം ഞങ്ങളെ. വാടക കൊടുക്കാണ്ട് നിക്കാൻ പറ്റുന്ന ഒരു വീട് ഇട്ടോന്നേ, ഞങ്ങൾ നോക്കട്ടെ. ആർക്കും പെങ്ങളെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഓണം കൊണ്ടാണ് ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്നൊരു ദിവസത്തേക്ക് പ്ലീസ് പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും എനിക്ക് വേണ്ടി പ്ലീസ്. അത്തത്തിന് തന്നെ ഇറങ്ങിയായിരുന്നു തിരുവോണായിട്ട്. മറ്റുള്ളവർക്കല്ല തിരുവോണം, നമുക്ക് തിരുവോണം. വാ, തിരുവിലോട്ട് ഇറങ്ങാം. അവിടെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്. വാ.